എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബെങ്ക അവനാണെങ്കിൽ കോക്രിയെ നമ്പർ 2 മാറ്റാൻ റെഡി ആവുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബൊറൂട്ടോ മീറ്റ്സുകയോട് അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിക്കും. മീറ്റ്സുകയാണെങ്കിൽ ഒരു വിസിലടിച്ച് ആ പ്രിസണിന് ചുറ്റും പാറി നടന്ന പക്ഷികളെ എല്ലാം ഇപ്പൊ വിൻഡോയുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഒരുപാട് ഫുഡൊക്കെ അവിടെ മുഴുവൻ വിതറും. വിൻഡോയിലൂടെ അകത്തേക്ക് വന്ന ബേർഡ്സ് അവറ്റകളാണെങ്കിൽ ആ ഫുഡൊക്കെ കഴിച്ച് അവിടെ മുഴുവൻ കാഷ്ടിച്ച് വൃത്തികേടാക്കും. ഉടനെ ഒരു സോൾജിയർ അവിടേക്ക് വന്ന് ഇപ്പൊ ബൊറൂട്ടോയോടും മീറ്റ്സുകയോടും കോക്രിയോടും അവിടെ മുഴുവൻ വൃത്തിയാക്കാൻ പറയും. സോൾജിയർ ആണെങ്കിൽ ഡോർ അടച്ച് പുറത്തേക്ക് പോകേണ്ട താമസം സാറട അവൾ ആരുടെയും കണ്ണിൽ പെടാതെ അവിടേക്ക് കയറി വരും. അതിനുശേഷം അവർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പ്ലാൻ അവർ റെഡിയാക്കുകയാണ്. സാറട പറയും ഇനി 3 ദിവസം അതിനുള്ളിൽ കോക്രിയെ നമ്പർ 2 മാറ്റും. സോ അതിനു മുൻപ് തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. കോക്രിയെ പറയും നിങ്ങൾ പ്ലാൻ ചെയ്യേ, ഞാൻ അപ്പോഴേക്കും ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. സാറയുടെ മീറ്റ്സിക്കോട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അത് കണ്ടുപിടിക്കാൻ അവനോട് പറയും. അവനാണെങ്കിൽ ഒരുപാട് പാമ്പുകളെ ക്രിയേറ്റ് ചെയ്ത് അവിടെ മുഴുവൻ അയക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള വഴികൾ അവറ്റകൾ അന്വേഷിച്ചു പോകും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയി ഡോറഗയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവിടുന്ന് ഏതൊക്കെ കപ്പലുകളാണ് സാധാരണ വന്നു പോകാറുള്ളത് എന്ന് ചോദിക്കും. ആള് പറയും 2 കപ്പലാണ് മെയിൻലി വരിക. ഒരെണ്ണം ട്രാൻസ്പോർട്ട് ഷിപ്പാണ്, മറ്റൊന്ന് ഫുഡ് ഷിപ്പ്. ഇതിലൊരു ഷിപ്പ് നാളെ വരുന്നുണ്ടെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ഇക്കാര്യങ്ങള് അവരോട് പറയും. മീറ്റ്സുക പറയും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കോക്രിയുടെ ബോഡിയിൽ ഒരു സെലസ്റ്റിയൽ പവർ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യണം. അത് തകർക്കണമെങ്കിൽ ഒരുപാട് വെള്ളം അത് ആവശ്യമാണ്. മീറ്റ്സുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ വാട്ടർ ടാങ്ക് മുഴുവൻ അവന്റെ പാമ്പുകൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ആരുടെ പറയും മുകളിലേക്ക് പോവുക എന്നത് വളരെ റിസ്ക് ആണ്. സോ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു വാട്ടർ ടാങ്കിന് അടുത്തേക്ക് പോവാം. പക്ഷെ അവിടെ വെള്ളം വളരെ പ്രഷർ കുറഞ്ഞായിരിക്കും വരിക. അതെങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്ത് നമുക്ക് അവിടെ വെച്ച് ആ ജിപ്സു ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ഒരു പ്ലാനിങ് മുഴുവൻ അവസാനിപ്പിച്ച് ചുറ്റും നോക്കും. കോക്രി ആണെങ്കിൽ അവിടെ മുഴുവൻ ക്ലീൻ ആക്കി കഴിഞ്ഞു. മീറ്റ്സുക അവൻ പുറത്തേക്ക് റിലീസ് ചെയ്ത പാമ്പുകളെ എല്ലാം തന്നെ ഇപ്പൊ തിരികെ വിളിക്കും. അതിനുശേഷം ഒരുമിച്ച് പുറത്തേക്ക് നടന്നു പോവാണ്. സാറുടെ ഇപ്പൊ ദൂരത്തായിട്ട് ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും. ഞാൻ അവിടേക്ക് ലൈറ്റ് അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പ്ലാനും സാഹചര്യം ഒക്കെ ഓക്കെയാണ്, നമുക്ക് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നായിരിക്കും അതിനർത്ഥം. അവരങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും അതെല്ലാം കേട്ട് ആ കെടാമ അവനിപ്പോ മീറ്റ്സുകയുടെ ഒരു പാമ്പുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാം. മീറ്റ്സുക പറയും അവന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മീറ്റ്സുക അവന്റെ പിന്നാലെ പോകും. മീറ്റ്സുക അവന്റെ സ്നേക്ക് പവർ വെച്ച് ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യും. മീറ്റ്സുക ചോദിക്കും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടോ, നീ ഞങ്ങളെ ഒറ്റിക്കൊടുക്കോ? പക്ഷെ അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മീറ്റ്സുകയ്ക്ക് അറിയാം അവൻ അവന്റെ ഫ്രണ്ടിനെ പോലും ഒറ്റിക്കൊടുത്തവനാണ്. ഉറപ്പായാലും അവന്റെ ഭാഗത്തുനിന്ന് ഒരു ചതി അത് പ്രതീക്ഷിക്കാം. അപ്പോഴായിരിക്കും അവൻ പറയാ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവനെ ഞാൻ ഒറ്റിക്കൊടുക്കുകയായിരുന്നില്ല, അവനെ ഞാൻ കൊല്ലുകയായിരുന്നു ചെയ്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കിൽ കെടാമയും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ആ പ്രിസണിൽ നിന്ന് പുറത്തു കടക്കാനായി കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതുപോലെ രക്ഷപ്പെടാനായി ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ആ ബെങ്ക അവൻ അവിടേക്ക് വന്ന് അവന്റെ ഫ്രണ്ടിനെ ഫയർ പവർ വെച്ച് അറ്റാക്ക് ചെയ്യുക. അവനാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അതിനുശേഷം ബെങ്ക കെടാമയാണ് അവന്റെ ഫ്രണ്ടിനെ കൊന്നതെന്ന് അവിടെ മുഴുവൻ പറഞ്ഞു പരത്തി വീണ്ടും അവനെ ജയിലിൽ ലോക്ക് ചെയ്തു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് അവൻ പറയും ആക്ച്വലി എന്റെ ഫ്രണ്ട് മരിക്കാൻ ഞാനും ഒരു കാരണക്കാരനാണ്. ഞാൻ കറക്റ്റ് ടൈം അവിടേക്ക് എത്തുകയായിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ടിന് അവന്റെ ജീവൻ നഷ്ടമാവില്ലായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. കട്ട് ചെയ്ത ബെങ്കയാണെങ്കിൽ ഡോറഗയുടെ അടുത്തേക്ക് വന്ന് അവനെ ഇപ്പൊ ആളുടെ അടുത്തേക്ക് വിളിപ്പിക്കും. ഡോറഗയാണെങ്കിൽ ബൊറൂട്ടോ ഷിപ്പിനെ കുറിച്ച് ചോദിച്ച കാര്യങ്ങളെല്ലാം ആളുടെ അടുത്ത് പറയും. ആ സാരഡ എന്ന് പറഞ്ഞ പെൺകുട്ടി അവളും ഇവരുടെ ടീമാണ്. അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതേസമയം സാരഡയാണെങ്കിൽ അവൾ ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്ത ആ ഒരു മാപ്പ് തിരികെ എത്തിക്കും. അതിനുശേഷം അവൾ എഴുതി വെച്ച നോട്ട്സ് അതെങ്ങനെയെങ്കിലും ആരുടെ കണ്ണിൽ പെടാതെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ സാരഡെ അന്വേഷിച്ച് ഒരുപാട് സോൾജേഴ്സ് ഓടി നടക്കുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടും. അവളാണെങ്കിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. അതിനുശേഷം പേപ്പർ ബോംബ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ച് സോൾജേഴ്സിന്റെ ശ്രദ്ധ തെറ്റിച്ച് മറ്റൊരു ഭാഗത്ത് വന്ന് ആ വാൾവ് അത് ഓപ്പൺ ചെയ്യുകയാണ്. അതേസമയം ബെങ്ക അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ അണ്ടർഗ്രൗണ്ടിലേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന സാരഡയെ അവൻ കണ്ടുപിടിക്കും. സാരഡയോട് ചോദിക്കും നീ എന്തൊക്കെയാണ് ഇവിടുന്ന് കണ്ടുപിടിച്ചത്, നിന്റെ റിസർച്ച് അതെവിടം വരെ ആയി? അതിന് അവള് പറയും ആ മോജോ അവൻ ആരാണെന്ന് എനിക്കറിയാം, കോക്രിയെ എന്തിനാണ് നീ നമ്പർ 2 മാറ്റുന്നത് അതെനിക്കറിയാം. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെയുള്ള സീക്രട്സ് അത് മുഴുവൻ
ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയും. സാറയുടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ ഫയർ സ്റ്റൈൽ ചിപ്സ് ഉപയോഗിച്ച് സാറയുടെ അടിച്ചു തെറിപ്പിക്കും. ബെങ്ക ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അതിനുശേഷം സോൾജിയറിനോട് പറയും, ഇനി ആ സാറയുടെ പെണ്ണിനെ അവൾ അന്വേഷിക്കേണ്ട, അവളുടെ കഥ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് അവരങ്ങനെ നടന്നു പോവും. അപ്പൊ ദൂരത്തായിട്ട് കെടാമ അവനാണെങ്കിൽ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മൊറൂട്ടോയും മീറ്റ്സുകയും കോക്രിയും അവരൊരുപാട് നേരമായി സാറയുടെ സിഗ്നല് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. മൊറൂട്ടോയും ടീമും ആണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും സാറയുടെ സിഗ്നലൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. ഉടനെ ബൊറൂട്ടോയും മീറ്റ്സുകയും കോക്രയും അവർ 3 പേര് കഷ്ടപ്പെട്ട് ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം സാറയുടെ പറഞ്ഞ ആ ഒരു ബേസിലേക്ക് കയറാൻ സോൾജിയേഴ്സിന്റെ കണ്ണിൽ പെടാതെ അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. കോക്രിക്കാണെങ്കിൽ കയറാൻ പറ്റില്ല. അത് കണ്ട് ബൊറൂട്ടോ അവനെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റും. ഒരു ഭാഗത്ത് മീറ്റ്സുക ആണെങ്കിൽ അവന്റെ പാമ്പിനെ വെച്ച് എവിടെയൊക്കെ സോൾജിയേഴ്സ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് കണ്ടെത്തും. അതിനുശേഷം സേഫായ വഴിയിലൂടെ വന്ന് ബേസിലേക്ക് പോകേണ്ട ചെറിയൊരു കിടങ്ങ് അതിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇപ്പൊ അവർ 3 പേരും അതിലൂടെ താഴേക്ക് ഇറങ്ങും. കോക്രിയാണെങ്കിൽ അപ്പോഴും അവിടെ എവിടെയോ തട്ടി താഴേക്ക് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ സാറഡ അവൾക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. കട്ട് ചെയ്ത ആ വില്ലൻ പോലീസ് ആളിപ്പോ സാറഡയുടെ റൂം മുഴുവൻ അരിച്ചു പെറുക്കാണ്. അവൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ്, അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു പ്ലാൻസ്, അത് മുഴുവൻ ആളിപ്പോ കയ്യോടെ പൊക്കും. അവിടെ വെച്ച് മീറ്റ്സയെ കുറിച്ചും ബൊറൂട്ടോയെ കുറിച്ചും കോക്രിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അതവന് കിട്ടും. അവര് 3 പേരും ഒറ്റ ടീമാണെന്ന് മനസ്സിലാക്കിയ ആ പോലീസ് ഓഫീസർ ആളാണെങ്കിൽ സോൾജിയേഴ്സുമായിട്ട് ഇപ്പൊ ബൊറൂട്ടോയുടെ സെല്ലിലേക്ക് വരികയാണ്. അവൻ കൈവച്ച് ബൊറൂട്ടോയെ ആഞ്ഞടിക്കും. ആ ക്ലൗണ് അത് ഓൺ ദ സ്പോട്ട് തകർന്നു പോകും. വില്ലൻ ബെങ്കയാണെങ്കിൽ ചുറ്റും നോക്കും. കെടാമ മാത്രമാണ് ആ സെല്ലിൽ ഇപ്പോൾ ഉള്ളത്. അവൻ കെടാമയോട് കാര്യം അന്വേഷിക്കും. പക്ഷെ കെടാമ അവൻ സിമ്പിളായിട്ട് പറയും, എനിക്കൊന്നും അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, സോ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ തിരിഞ്ഞു കിടക്കും. പോലീസ് അവിടുന്ന് പോയി കഴിഞ്ഞെന്ന് മനസ്സിലാവുമ്പോ കെടാമ അവനാണെങ്കിൽ ഇപ്പൊ താഴെയുള്ള കാർപ്പറ്റ് ഉയർത്തി നോക്കും. ആക്ച്വലി താഴെ വലിയൊരു ദ്വാരം ഇട്ടാണ് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയത്. അതേസമയം ഇവിടെ ബൊറൂട്ടോയ്ക്ക് അവന്റെ ഷാഡോ ക്ലൗൺ ബ്രേക്ക് ആയത് മനസ്സിലാവും. പോലീസുകാര് അവർ രക്ഷപ്പെട്ടു പോയ കാര്യം മനസ്സിലാക്കിയെന്ന് ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും. ബൊറൂട്ടോ ആണെങ്കിൽ അവരെയും കൂട്ടി ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്ത സാറടയ്ക്ക് ബോധം വീഴും. അവൾ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കും. മറ്റൊരു ഭാഗത്ത് ബെങ്ക ആണെങ്കിൽ ആ വാട്ടർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്ന റൂമിലേക്ക് വരും. അവന്റെ കയ്യിലാണെങ്കിൽ സാറട ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലാൻ ഉണ്ട്. അടുത്ത നിമിഷം അവൻ സമറും ചിപ്സ് ഉപയോഗിച്ച് അവന്റെ ആനിമലിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ സാറട പറഞ്ഞതനുസരിച്ച് അതേ വഴിയിലൂടെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അടുത്ത നിമിഷം ആ വില്ലൻ പോലീസ് ആള് ക്രിയേറ്റ് ചെയ്ത സമറിന് ആനിമല് അവരുടെ മുൻപിലേക്ക് ചാടി വീഴും. അത് ഇരട്ട തലയുള്ള ഒരു വോൾഫാണ്. അതിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പേടിയാവും. പക്ഷെ ബൊറൂട്ടോ അവൻ ചാടിയും തലകുത്തി മറിഞ്ഞൊക്കെ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ അതിനെ അച്ചറം പൊച്ചറ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. പക്ഷെ ഓരോ തവണ അടികിട്ടി തെറിച്ചു വീഴുമ്പോഴും അത് പൂർവാധിക ശക്തിയോടുകൂടെ തിരികെ വരും. ഉടനെ മീറ്റ്സുകയാണെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ പോർഷൻ അത് തകർത്ത് അതിന്റെ ദേഹത്തേക്കിടും. ഇനി അവർക്ക് എങ്ങനെയെങ്കിലും ആ സെലസ്റ്റിയൽ ജിപ്സു അത് ബ്രേക്ക് ചെയ്യണം. കോക്രിയാണെങ്കിൽ ദൂരത്തായിട്ട് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കും. അവർ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി അവിടേക്ക് പോവും. അവരോടി ആ ടാങ്കിന്റെ അടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവസാനത്തെ തുള്ളി വെള്ളവും ആ ടാങ്കിലൂടെ പുറത്തേക്ക് പോയി. ആ വില്ലൻ പോലീസ് ഓഫീസർ ആള് അതിന്റെ വാൾവ് തുറന്നു വിട്ടു. മറ്റൊരു ഭാഗത്ത് കെടാമ അവനിപ്പോ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്ന് സാറടെ മുകളിലേക്ക് ഉയർത്തിയെടുത്ത് സേഫാക്കി നിർത്തും. കെടാമയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറയും. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. ഓൾറെഡി ആ ബെങ്ക എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കെടാമയാണെങ്കിൽ ഇപ്പൊ അവൾക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും. സാറട അവളിപ്പോ അതുവഴി ഉഷാറായിട്ട് ഓടി ആ ടാങ്കിന്റെ അടുത്തേക്ക് വരും. അവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരില്ല. മാത്രമല്ല ആ ടാങ്കില് വെള്ളം ഉണ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടുന്ന് പുറത്തു കടക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ കോക്രിയുടെ ബോഡിയിൽ ആ ഒരു ചിപ്സു അതുള്ളതുകൊണ്ട് തന്നെ അവനെ കൊണ്ടത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ടൈമില് ആ വില്ലൻ പോലീസ് ഓഫീസറും അവന്റെ സമറിന് ആനിമലും അവർ 2 പേരും അവിടേക്ക് വരാണ്. കോക്രി ആണെങ്കിൽ അവരെ കണ്ട് പേടിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ ശ്രമിക്കും. പക്ഷെ അവൻ ആ സീലിംഗ് ക്രോസ് ചെയ്യും. ഉടനെ അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ തീ കത്താനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ സാറട അവളിപ്പോ അവിടേക്ക് വരിക. അവളങ്ങനെ ചാടി വന്ന് നിലത്താഞ്ഞെട്ടിക്കും. ആ ഫ്ലോർ തകർന്ന് കടൽ വെള്ളം വമ്പം ഫോഴ്സിൽ ഇപ്പൊ അകത്തേക്ക് കയറി വരാണ്. ആ വെള്ളം വന്ന് ഫോഴ്സിലടിച്ച് ബെങ്കയും അവന്റെ സമറിന് ആനിമലും അവർ 2 പേരും കടലിലേക്ക് വീഴും. കോക്രിയയുടെ ആ ഒരു ജിപ്സു അത് ബ്രേക്കായി അവന് നോർമലാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കെടാമയുടെ കൈ കാണിക്കും. അവന്റെ ബോഡിയും ആ വെള്ളത്തിൽ ടച്ചായി അവന്റെ ബോഡിയിലുണ്ടായിരുന്ന സീലിംഗ് അത് ബ്രേക്കായി കഴിഞ്ഞു. കട്ട് ചെയ്ത ബെങ്ക
അവൻ എങ്ങനെയൊക്കെയോ തിരികെ എത്തി ആ സുക്കിയുടെ അടുത്തേക്ക് വരികയാണ്. ഉടനെ അവൻ പറയും, നിന്റെ പ്ലാനിങ് ഒക്കെ ചീറ്റിപ്പോയല്ലേ, നീ ആ സീലിംഗ് ജിപ്സു അതെനിക്ക് ബ്രേക്ക് ചെയ്താ, അവരുടെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറയും. ഉടനെ ഓഫീസർ ആണെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് അവന്റെ സെൽ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവന്റെ ബോഡിയിലുള്ള സീലിംഗ് അതങ്ങനെ ബ്രേക്ക് ചെയ്യും. അടുത്ത നിമിഷം അവൻ കൈ ചുരുട്ടി ഇപ്പൊ ബാങ്കോയെ തന്നെ ഞെട്ടിക്കും. ആ ഒരു ഇടി കിട്ടി അവൻ അങ്ങനെ അട്ടിച്ചു വീഴും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെളുപ്പിനാണ് ആ ഷിപ്പ് വരിക. സോ ഇനിയും ഒരുപാട് നേരം അവരതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത നിമിഷം ആ സുക്കിയ അവൻ അവിടേക്ക് വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.